നമസ്കാരം. നമ്മുടെ കൊച്ചി പള്ളുരുത്തിയിലെ സ്കൂളില് പ്രിൻസിപ്പാളായ കന്യാസ്ത്രീയുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു കാണും. എനിക്ക് ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ആദ്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കലോത്സവങ്ങളിലൊക്കെ കുട്ടികൾ കാണാപ്പാടം കഥാപ്രസംഗമൊക്കെ പഠിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, അത് അവര് പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന്റെ ഒരു പ്രത്യേക ഒരു ഇത് അവർ കാണിക്കും ആ കഥാപ്രസംഗത്തില്. പിന്നെ കഥാപ്രസംഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവായ ആളുകൾ പറഞ്ഞു കൊടുക്കും, നിങ്ങളെപ്പോഴും ചിരിച്ചിട്ട് വളരെ മനോഹരമായിട്ട് വേണം അത് പ്രസന്റ് ചെയ്യാമെന്ന്. അപ്പൊ അത് അവരത്ര ചിരിച്ചിട്ട് അവര് ആ പഠിച്ചതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവരവിടെ അത് ചെയ്യുക. പൂർണ്ണമായിട്ട് പഠിച്ചതിന്റെ അവരെ കഴിവ് നോക്കി പിന്നെ നമ്മുടെ ഗുരു പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് അതിനെ വളരെ അപ്പൊ നമുക്കറിയാം കൃത്രിമമായിട്ട് ചിരിക്കുന്ന ചിരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു യുവജനോത്സവ കുട്ടിയുടെ പോലെയാണ് വാർത്താ സമ്മേളനത്തില് ആ കന്യാസ്ത്രീ വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അത് വായിച്ചിട്ട് തന്നെ നോക്കി വായിച്ചിട്ടാണ് പറയണത്. അത് മാത്രമല്ല, കന്യാസ്ത്രീ ആദ്യമേ പറയുന്നൊരു കാര്യം ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് പാടില്ല എന്ന്. കാരണം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതി കൊടുക്കാൻ ആ സമയത്ത് അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ടീച്ചർ ആ കന്യാസ്ത്രീക്ക് അത് പറയാൻ കഴിയില്ല എന്ന് പറയാം. അതുകൊണ്ട് ചോദ്യങ്ങൾ പാടില്ല എന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചോദ്യങ്ങൾ വരും, പക്ഷെ മാധ്യമങ്ങൾ പിന്നെ തിരിച്ചൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ എഴുതി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട കാര്യം, കന്യാസ്ത്രീ നന്ദി പറയുന്നതോട് വളരെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ ഒരാളാണ് ഷോൺ ജോർജിന് നന്ദി പറയുണ്ടായി. ഓടിയെത്തിയെന്ന് പറഞ്ഞ ഷോൺ ജോർജ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ഓടിയെത്തുമ്പോ എന്തിനു വേണ്ടിയാണ് ഓടിയെത്തിയെന്നൊക്കെ. പിന്നെ ഈ വിഷയം കുത്തിപ്പൊക്കാനും ഇത് കൂടുതൽ സമൂഹത്തിന് മുമ്പിലും അല്ലെങ്കിൽ സ്കൂളിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ വക്കീലാണ്. നമുക്കറിയാം വക്കീലിന്റെ രാഷ്ട്രീയം. ഞാനതിൽ രാഷ്ട്രീയത്തിൽ കിടക്കണില്ല, പക്ഷെ ആ വക്കീലാണ് കൂടുതൽ രൂക്ഷമാക്കിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ PTA പ്രസിഡന്റ് വന്ന് വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കാണുമ്പോൾ അയാള് മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ മന്ത്രിനെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കണം. ഇയാളെ പോലുള്ള ആളുകളുടെ അടുത്താണോ മന്ത്രിസ്ഥാനം കൊടുത്ത പിണറായി വിജയൻ എന്നൊക്കെ ചോദിക്കണം അയാള്. അതോടൊപ്പം തന്നെ അയാൾ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്കൂളിന്റെ കാര്യത്തില് ഹൈക്കോടതി വിധിയുണ്ടല്ലോ. അപ്പോ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് എന്ത് വിധിയുള്ളത്. അപ്പൊ അത് പറയാൻ ആൾക്കാരില്ലേ. ലാസ്റ്റ് അയാൾ പറഞ്ഞു, ഞാൻ നിയമവിദഗ്ധനൊന്നുമില്ല, എന്റെ വക്കീല് പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. അപ്പൊ ആ സമയത്ത് വക്കീൽ ഏതാണെന്ന് നമുക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇന്ന ഈ ആളാണ് വക്കീലെന്ന്. അപ്പോ ഈ ഒരു വിഷയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞ കേരളത്തിലെ സഭയുടെ അടുത്ത് കുറെ നാളുകളായിട്ട് ശത്രുപക്ഷത്ത് ക്രിസ്ത്യൻ സഭയുടെ മുമ്പിൽ നിൽക്കുന്നത് ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് ഇസ്ലാം വിഭാഗത്തെ ആളുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ശത്രുക്കൾ എന്നുള്ള ഒരു രീതിയിലേക്ക് വിശ്വാസികളേക്ക് ഇങ്ങനൊരു സാധനം അടിച്ചേൽപ്പിക്കുന്നുണ്ട് സഭ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാറാണ് കൃത്യമായിട്ടും. ഈ സംഘപരിവാറിന്റെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ അമിതമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു 10-20-30% ആളുകളെങ്കിലും ഇസ്ലാം വിഭാഗം മോശമാണെന്നും അവര് വളരെ വൃത്തികെട്ടവരാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ എനിക്ക് പറയാം, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വിശ്വാസികളോട് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യ ഒരു ഇസ്ലാം രാജ്യമാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 14 വർഷമായി. ഞാൻ ഓടിക്കുന്ന വാഹനത്തിൽ പൂർണ്ണമായിട്ടും സൗദി സ്ത്രീകളാണ് യാത്രക്കാര്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇത് കുരിശാണ്. എന്റെ വണ്ടിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇത് മാലാഖേനെയാണ് വെച്ചിട്ടുള്ളത്. ഇത് കുരിശാണ്. അപ്പോ ഞാനിത് വർഷങ്ങളായിട്ട് ഞാൻ എന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇന്ന് വരെ ഇവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ, നിങ്ങൾ എന്താണ് ഒരു അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ ചില ആളുകളൊക്കെ. പക്ഷെ ചിലരൊക്കെ ചോദിക്കും, എന്താ നീ ഇസ്ലാമാവാണെന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ പലയിടങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ ക്രിസ്ത്യൻ സഭയുടെ തന്നെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാതെ ഒന്നല്ല. അപ്പോൾ അങ്ങനെ ഈ ലോകം തന്നെ വിശ്വാസത്തെ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലോകം മാറുമ്പോഴും മാറി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇടുങ്ങിയ ചിന്തയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ക്രിസ്ത്യൻ സഭേനെ കൂടുതൽ ഈ വിശ്വാസത്തിന്റെ പുറത്ത് സഭയില് അച്ഛന്മാരും അവരൊക്കെ ഒരു ഭൂരിപക്ഷം ആളുകളും ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാനതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് എന്റെ ഇടവകയിലെ ഇടവക ഒരു സ്കൂൾ എടുക്കേണ്ടായി. ആ സ്കൂളില് പാചക തൊഴിലാളിയായിട്ടുണ്ടായിരുന്നത് ഒരു
പെൺകുട്ടിയായിരുന്നു. അതൊരു വിധവ കൂടിയാണ്, 2 മക്കളുടെ അമ്മയായ ഒരു വിധവ സ്ത്രീ കൂടിയാണ്. ഇവര് സ്കൂളിലെത്തിയതിനു ശേഷം ആദ്യം ആ കുട്ടിയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ വെള്ള പേപ്പർ ഒപ്പിട്ട് മേടിക്കുകയും ചെയ്തത്. എന്താന്ന് പറഞ്ഞിട്ട് ഒരു കന്യാസ്ത്രീയാണല്ലോ. ആ പെൺകുട്ടിക്ക് ഇതൊരു ചതിയാണെന്ന് മനസ്സിലായില്ല. ബാങ്കിന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാനാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചു. അതിനുശേഷം അവര് അതിന്റെ മുകളില് അങ്ങനെ ആ പെൺകുട്ടി വീട്ടിൽ പോയതിനു ശേഷമാണ് AIO കോള് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്തോ ചോദിച്ചിട്ട്. അപ്പൊ അവർ പറഞ്ഞില്ലേ, ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല. ഇല്ല, നിങ്ങളുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ മാനേജ്മെന്റിനെ കണ്ടിട്ട് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത്, അയ്യോ അത് കടലാസ് പോയി കഴിഞ്ഞു, നീ AIO നിങ്ങൾ വിളിക്കാം, അപ്പൊ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ കുട്ടി നിയമപരമായിട്ട് AIO കണ്ടു, DN ഒക്കെ കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ അതിന്റെ നടക്കാണ്. അതോടൊപ്പം തന്നെ ഒരു കന്യാസ്ത്രീയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല, ഇപ്പൊ DDയുടെ ഓഫീസിൽ ഹിയറിംഗ് വെച്ചപ്പോ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് സ്ത്രീയാണ്. 3-4 കുട്ടി 5 കുട്ടികളുള്ള ഒരു സ്ത്രീയാണ്. പള്ളിയിലെ അച്ഛന്മാര് പറഞ്ഞു കേട്ടിട്ട് കുട്ടികളെ ഇപ്പൊ ഉത്പാദിപ്പിക്കണല്ലോ. കാരണം നമ്മുടെ മതം ഇല്ലാതായി വരികയാണ്. അപ്പൊ 5-6 കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ അവര് കുട്ടികളെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രസവം നിർത്തിയ സ്ത്രീകൾ വരും, അത് തുറന്നിട്ട് വീണ്ടും കുട്ടികളെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു മതം, നമ്മുടെ ക്രിസ്ത്യൻ മതം കൂട്ടാനേ, അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ടായി പോയി ലോകമില്ലല്ലോ. അപ്പോൾ ഈ 4-5 കുട്ടികളുള്ള സ്ത്രീ DD ഓഫീസിൽ വിളിച്ചപ്പോൾ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് പറയാണ്, ഞങ്ങൾക്ക് അവരെടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാചകം ചെയ്യുന്ന സ്ത്രീയാണ് അവര്, കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമിട്ട് കൊടുത്താലാന്ന് ചോദിക്കുകയാണ്. ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഒരു വിധവയായ സ്ത്രീ ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ കഴുകന്മാര് പറയുന്നത് കേട്ടിട്ട് പറയാൻ. ഞാൻ തീർച്ചയായിട്ടും ആ പെണ്ണിന്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ ഇതിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇടും, ജനങ്ങൾ അറിയണം ഇങ്ങനെ ചോദിച്ച സ്ത്രീ ആരാണെന്ന്. അത് പറയന്നെ വേണം. കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ പാചകത്തൊഴിലാളി പെൺകുട്ടിയുടെ, വിധവയായ പെൺകുട്ടിയുടെ കൊച്ചവിടെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആ കൊച്ചിന് ഇവര് വിഷമിട്ട് കൊടുക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്ക്, ഒരച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് നീങ്ങുന്ന ഇങ്ങനെയുള്ള മത വെറി പിടിച്ച ആളുകളെയൊക്കെ സമൂഹം കൈകാര്യം ചെയ്യേണ്ട കാലം അതിക്രമിച്ച് ഇരിക്കുകയാണ്. നമ്മളെപ്പോഴുള്ള ആളുകൾ നമ്മുടെ മതത്തിലാണെങ്കിൽ നമ്മളെ തന്നെ എതിർക്കണം. എന്ത് വിശ്വാസം? ക്രിസ്തു ഒരിക്കലും ഒരാളെയും മനുഷ്യ സ്നേഹിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ക്രിസ്തു ആരെയും തിരിഞ്ഞൊന്നും ആരും ഇതാക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ ചിന്താഗതി പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രിസ്ത്യൻ മതത്തിലുള്ള വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ അച്ഛനായാലും കന്യാസ്ത്രീമാരായാലും മെത്രാനായാലും ആരാണെങ്കിലും ഇങ്ങനെയുള്ള വിത്തുകളുമായിട്ട് വരുമ്പോൾ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് വിശ്വാസം മനുഷ്യനെ നയിക്കാനാ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലോകരാജ്യങ്ങൾ, ഇസ്ലാം രാജ്യങ്ങൾ, ദുബായ് ആയാലും ഷാർജ ആയാലും ഖത്തറായാലും സൗദി അറേബ്യയിൽ എത്രയോ മനുഷ്യർ അവിടെ നിന്ന് ജോലി ചെയ്യണം. നമ്മുടെ രാജ്യത്തുള്ളവര് അവിടെയൊക്കെ മതം നോക്കിയിട്ടാണ് നമ്മളെയൊക്കെ അവര് നോക്കണത്. എനിക്ക് തോന്നുന്നു അബുദാബിയിലാന്ന് തോന്നുന്നു അമ്പലം പണം തുറത്തേക്കുക. ആ രാജ്യം ഒരു ഇസ്ലാം രാജ്യമാണ്. അവരിന്നും അവരാ പഴയ ഖുർആൻ എന്ന പുസ്തകത്തിനെ അത്രയും പരിശുദ്ധിയോടെ കാണുന്ന ആളുകൾ അവരെന്നിട്ടും ആ ഒരു വിശ്വാസത്തെ, നിങ്ങളുടെ വിശ്വാസം ഇതാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം അടിച്ച് നിങ്ങൾ അവിടെ അമ്പലം പണം തുറത്തിരിക്കുകയാണ്. അമ്പലത്തിന് സ്ഥലം കൊടുത്ത് അവിടെ അമ്പലം പണി കഴിഞ്ഞു. അപ്പൊ ലോകരാജ്യങ്ങൾ പോലും മാറുമ്പോ നമ്മുടെ ഇടുങ്ങിയ ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇത്ര ക്രിസ്ത്യാനികളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്, ദൈവത്തിനെയാണ് ആരാധിക്കേണ്ടത്, അല്ലാണ്ട് ലോഹിയിട്ട് വരുന്നവരല്ല. പിന്നെ പള്ളുരുത്തിയിലെ കന്യാസ്ത്രീയോട് അടക്കം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിന്റെ മണവാട്ടികളാണ്. വളരെ പരിശുദ്ധമായ രീതിയിൽ ജീവിതം നയിച്ച് കർത്താവിന്റെ മണവാട്ടികളാവാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഞാൻ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ നിങ്ങളടക്കം, പള്ളുരുത്തിയിലെ ഈ പ്രിൻസിപ്പാളായ കന്യാസ്ത്രീ അടക്കം, നിങ്ങൾ ലോഹിയിട്ടൊരു അച്ഛന്മാരെയോ മെത്രാന്മാരുടെ മണവാട്ടികളായി മാറരുത്. നിങ്ങൾക്ക് നിലപാടുണ്ടാവണം. നിങ്ങൾ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത്. ഈ വക ലോഹിയിട്ടവരെല്ലാന്നും കൂടി ഞാൻ പറയാണ്. അപ്പോ ഇങ്ങനെയുള്ള കഴുകന്മാരെ നമ്മൾ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇതിൽ ഇടപെടുള്ളൂ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി, ഞാനൊരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, വിശ്വാസത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ അവരൊരു പരിധി വിട്ടൊന്നും ഇടപെടില്ല. അപ്പൊ എങ്കിലും നമ്മൾ ജനങ്ങൾ, നമ്മളെപ്പോഴുള്ള ആളുകൾ കൃത്യമായിട്ട് ഇടപെടണം. കൃത്യമായിട്ട് പറയാനുള്ളത് നമുക്ക് കഴിയുന്ന മീഡിയ ഏതാണെങ്കിൽ അവിടെ നമ്മൾ ഒന്ന് പറയണം. 2 വാക്കെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മൾ പറയണം. അപ്പൊ എല്ലാവരും അങ്ങനെ പ്രതികരിക്കണം. നമ്മൾ നാടറിയട്ടെ, ജനങ്ങളറിയട്ടെ. ഈ കള്ള ആളുകളെ നമുക്ക് ഒറ്റപ്പെടുത്തണം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ.